അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു പെണ്ണ് വ്യഭിചരിച്ചെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് പാതിരാത്രി കാമുകനെ വിളിച്ചു കയറ്റി അവളും അല്ലാഹും തമ്മിൽ തീർക്ക്. നീ എന്തിനാ പറയാൻ പോണേ? നീ കേട്ടോടി ആമിന, അവൾ ഒളിച്ചോടി പോയടി, ഇത് പറയേണ്ട കാര്യം നിനക്കെന്താ? കാരണം അതിന്റെ ഒരു ഹദീസ് മനസ്സിലാക്കേണ്ടത്, ഒരു പ്രത്യേകമായിട്ടൊരു ഹദീസ് നിങ്ങൾ പഠിച്ചോ. ഹദീസ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു ഞാനൊരു തെറ്റ് ചെയ്തത്. ഞാൻ പോയിട്ട് കുറെ കാലത്തിന് ശേഷം ഈ നാട്ടിൽ തന്നെ തിരിച്ചു വന്നു. ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഞാൻ എന്നെ അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങി. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങളും ആണുങ്ങളും പറയാം, ഓൻ പണ്ട് ഇവിടുന്ന് പെണ്ണ് പിടിച്ചവനായിട്ട് അവനെ പിടിച്ചതാ. നിങ്ങൾ എന്നെ പരിഹസിച്ച, എന്നെ നിങ്ങൾ നാണം കെടുത്തിയാൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും ഇതുപോലെ പിടിച്ചിരിക്കും. എഴുതി വെച്ചോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. കള്ളാ കള്ളാ എന്ന് വിളിച്ചിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയ ഒരു മനുഷ്യനെ പിന്നെയും നീ കള്ളാന്ന് വിളിച്ച് കളിപ്പിച്ച, നീ കളിയാക്കിയ, നീ ഓർത്തു വെച്ചോ, നിന്നെയും പൊക്കോ ഒരു ദിവസം. താടിയും തലപ്പാക്കുള്ള വാപ്പമാരൊക്കെ കേട്ടോ, ഒരു ദിവസം നിന്നെയും തെങ്ങില് കിട്ടുന്ന ഒരു ദിനം വരും. 4 പേരുടെ മുന്നിൽ നീ ഒരാളെ നാണം കെടുത്തിയ അള്ളാഹു 40 പേരുടെ മുന്നിൽ നിന്നെയും നാണം കെടുത്തും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓർത്തു വെച്ചോണം. ഇനി അവിടെ ഇവിടെ ഇരുന്നിട്ട് തിന്നുന്ന സമയത്ത് ഓർത്തു വെച്ചോണം, നാളെ നിന്നെയും അള്ളാഹു നാണം കെടുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ പരലോകത്തിലെ 3ാമത്തെ നശിച്ചവർ 2 മുഖമുള്ളവരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയത്രയായി 10:22, 10:25. ഇനി 5 മിനിറ്റ് ഉണ്ട് എനിക്ക്. ആ 5 മിനിറ്റ് കൊണ്ട് ഈ ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് ഞാൻ ദുആ ചെയ്താൽ പോലും 10:30 കഴിയും. എന്തു വേണം? നീ നിങ്ങളുടെ ചോയ്സാ. ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലായിരുന്നില്ല, കരാറ് ലംഘിച്ചതിന്റെ പേരില. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. വാക്ക് പാലിക്കാത്തതിന്റെ പേരിലാ സ്വർഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കിയത്. ഇനി ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കില്ലെങ്കിൽ ദുആ ചെയ്യും. എന്തു വേണം? 1.5 മണിക്കൂർ കൂടെ ഉസ്താദ് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. ഈ ബക്കറ്റ് എടുത്ത് ആ പൊക്കിയ കൈ കൊണ്ടൊരു സദക്കെടുത്ത് ഈ ബക്കറ്റ് ആദ്യം ആ പൊക്കിയ ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ തലയുടെ മുകളിലേക്ക് നോക്ക്. എന്റെ മുഖത്തല്ല, മുകളിലേക്ക് നോക്ക്. എന്തെങ്കിലും കാണുന്നുണ്ടോ? ആകാശം കാണുന്നില്ലേ? ഒരു മലക്ക് നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്തിട്ട് നീ ബക്കറ്റിലകത്തിട്ടാൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അള്ളാഹുവേ ഉള്ളതിൽ പങ്കുപെടുത്ത് റബ്ബേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ രക്ഷപ്പെടും. നോട്ട് പോക്കറ്റിൽ വെച്ചിട്ട് ഉറക്കം തൂങ്ങിയ, ഇതുവരെ ഉറങ്ങാത്ത നീ ബക്കറ്റ് മുന്നിൽ വരുമ്പോ നീ ഉറക്കം തൂങ്ങിയ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്ന ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാഹ്, 8ന്റെ പണി കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവരും ഒരു നല്ല സദഖ എടുക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ എന്നെ കാക്കണം. ക്യാൻസറും ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന ഒരു നല്ല നിയ്യത്തോടെ എല്ലാവരും ഒരു നല്ല സദഖ എടുക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ പോലെ ട്യൂമർ പോലെ പടച്ചവനെ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാലാമത്തെ വിഭാഗമാരെന്നറിയുവോ? നാലാമത്തെ വിഭാഗമാരെന്നറിയുവോ? അവര് എങ്ങനെയാണ് പരലോകത്ത് കടന്നു വരുന്നതെന്നറിയുമോ? നമ്മളൊക്കെ തുപ്പുമല്ലോ പടച്ചവരെ. നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേറ്റ് വരികയാ. അവരുടെ നെറ്റിത്തടത്തിൽ മുഴുവനും തുപ്പലുകളാട്. അവരുടെ നെറ്റിത്തടം മുഴുവനും തുപ്പലാട്. പടച്ചവരെ, ഉഹദ് മലയോളം തുപ്പലുകൾ ഈ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് വൃത്തികെട്ടവരെ പോലെ കടന്നു വരുന്ന വിഭാഗമാ. പെങ്ങളെ, എന്തൊരു ദുർഗന്ധമാമോളെ, എന്തൊരു ദുർഗന്ധമാമോളെ. നാളെ പരലോകത്ത് കടന്നു വരുന്ന നാലാമത്തെ വിഭാഗമാ. ഇതുവരെ ഞാൻ 3 പറഞ്ഞു. ഇത് 3 നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒരു കടുകുമണിയുടെ അളവ് പോലും നിനക്ക് അഹങ്കാരമില്ല. ഉസ്താദേ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ പരിപൂർണമായിട്ട് ചെയ്യുന്നവരാ. എനിക്ക് 2 മുഖമില്ല ഉസ്താദ്. ഞാൻ ഏഷണിയും പരദൂഷണവും പറയാത്തവളാ. ഞാൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ. എങ്കിലും ഈ 3 പാപം നീ ചെയ്യുന്നില്ലെങ്കിൽ ഈ 4ാമത്തെ പാപം നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ഞാനും ഈ ഉസ്താദന്മാരും നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള പാപവാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അറിവില്ലാതെ ചെയ്തു പോയതാണ് റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. മുഖത്ത് മുഴുവനും തുപ്പലുകളും ചുമന്നുകൊണ്ട് പരലോകത്തേക്ക് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ കടന്നു വരുന്ന 4ാമത്തെ വിഭാഗമാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തഫല തിജാഹുൽ കിബില ജാ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെന്നറിയുമോ? നാളെ പരലോകത്ത് മുഖത്ത് ഈ നെറ്റിത്തടം മുഴുവനും തുപ്പലുകൾ ചുമന്നുകൊണ്ട് വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവരാരെന്നറിയുമോ? കിബിലിയുടെ നേരെ തുപ്പിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എങ്ങോട്ട് തുപ്പിയവര്? കിബിലയുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യത്തിൽ എങ്ങോട്ടാ തുപ്പണ്ട? വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ മുൻഭാഗത്തോ പുറകിലോ എവിടെ തുപ്പണ്ടേ? ആരാപ്പ തുപ്പണത്? ആരാ ഇടത് ഭാഗത്ത് തുപ്പണത്? പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജനലി കൂടെ തുപ്പരുതെന്ന്. കിബിലിയുടെ നേരേക്ക് തുപ്പുക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അത് നാളെ നെറ്റിത്തടത്തിൽ ഉണ്ടാകും. കിബില എന്ന് പറയുന്നത് ബഹുമാനിക്കേണ്ട ഒന്നാണ്, ആദരിക്കേണ്ട ഒന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കരിക്കുന്ന സമയത്തു മാത്രമല്ല കിബില. നമുക്കാകെ കിബിലയുമായിട്ടുള്ള ബന്ധം നിസ്കരിക്കുമ്പോൾ മാത്രം. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് കിബിലയുമായിട്ടൊരു ബന്ധമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കിബിലയെ പരിഗണിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ഒതുവെടുത്തിട്ട് ദുആ ചെയ്യുമല്ലോ, എങ്ങോട്ട് നിന്നിട്ട് ദുആ ചെയ്യണ്ട? ഒതുവെടുത്തിട്ട് ദുആ ചെയ്യുമ്പോൾ എങ്ങോട്ട് നിന്നിട്ട്? കിബിലയുടെ നേരെ നിന്നിട്ട് ദുആ ചെയ്യണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്ക്. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ദുനിയാവിലെ ഏകദേശമുള്ള കാര്യങ്ങൾ കിടന്നുറങ്ങുമ്പോ കിബില കണ്ടുകൊണ്ടുറങ്ങണം. കിബില കാണുന്ന രീതിയിലാണ് നീ കിടന്നുറങ്ങേണ്ടത്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കിബില കാണുന്ന രീതിയിലാണ് കിടത്തേണ്ടത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് കിബിലയുടെ നേരെ വേണം കിടത്താൻ. ഖബറി കൊണ്ടുവച്ചാലോ, മരിച്ച് ഖബറി കൊണ്ടുവെക്കുന്ന മയ്യത്തും കിബില കാണുന്ന
രീതിയിൽ വേണം വെക്കാൻ. അതാണ് കിബിലയുമായിട്ടുള്ളൊരു ബന്ധം. കിബിലയുമായിട്ടുള്ളൊരു ബന്ധം, നമുക്ക് കിബിലയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കിബിലയെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. കാല് നീട്ടിയിരിക്കണത് കിബിലയുടെ നേരെ. പള്ളിയിൽ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വെട്ടിവെത്തുന്ന കാല് നീട്ടി പള്ളിയുടെ നേരെ ഇരിക്കുന്നവരുണ്ട്. കിബിലയുടെ നേരെ കാല് നീട്ടിയിട്ടിരിക്കുന്നവരുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഇരിക്കരുത്. കിബിലയുടെ നേരെ കാല് നീട്ടാൻ പാടില്ല. അറിയില്ല നിനക്ക്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ ബഹുമാനിക്കണം, ആദരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ആ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയിട്ട് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിബിലയെ ആരെങ്കിലും ആദരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പരിശുദ്ധമായ കഅബാലയത്തെ ആരെങ്കിലും ആദരിക്കുകയാണെങ്കിൽ, ബഹുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു, പണ്ടൊക്കെ ഉസ്താദന്മാര് പറയും ഹജ്ജിന് പോണം, ഉംറയ്ക്ക് പോണം, നാളെ പോകാം ഉസ്താദെ, കുറച്ച് കഴിയട്ടെ ഉസ്താദെ, കുറച്ച് കഴിയട്ടെ ഉസ്താദെ. ഇപ്പൊ പോകാൻ പറ്റുമോ? ഇപ്പൊ പോകാൻ പറ്റുന്നുണ്ടോ? പോയവന്മാരൊക്കെ ഭാഗ്യവാന്മാര്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കിബില ആദരിക്കണം. ആ കിബിലയുമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും കിബിലയുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ഉണ്ടെങ്കിൽ അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങളൊക്കെ ഇരിക്കല്ലേ, ഞാനും ഇരുന്നോട്ടെ. ഞാൻ ഇരുന്നിട്ട് വഴുത് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്താ വെടി കൊണ്ടത് പോലെ ഇരിക്കണം? ഇരുന്നോട്ടെ. അന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് നിങ്ങൾ അവിടെ ഇരിക്കും. എല്ലാവരും ഇങ്ങോട്ട് കയറിക്ക്. ആ മുകളിൽ ഇരിക്കണം. ഞാൻ നിർത്താം. എളുപ്പം ഇറങ്ങി ദുആ ചെയ്യാൻ. കസേര ബുക്ക് ഇങ്ങോട്ട് വാ, ഫ്രണ്ടി വാ. കസേര എടുത്തുണ്ടോ? ആ മുകളിൽ ഇരിക്കണം. ഇറങ്ങി സെറ്റ് എല്ലാവരും ഇങ്ങോട്ട് കയറി ഇറങ്ങിക്കോ. ഞാൻ നിർത്താം. ദുആ ചെയ്യാൻ പോവാ. വേണമെങ്കിൽ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. നാളെ പുറത്താവാതിരുന്നാൽ മതി. അല്ലാഹു കാക്കുമാറാകട്ടെ. ചായ കൊടുത്ത് തീർന്നില്ല. സെക്കൻഡ് ഹാൻഡ് ആയത്. രണ്ടാം റൗണ്ട്. ആ മോളി ആരുണ്ടെങ്കിലും, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇറങ്ങിക്കോ. സ്വർഗത്തിൽ ആർക്ക് വേണമെങ്കിലും കയറിയിരിക്കാം. ഇങ്ങോട്ട് പോകാം. ചിലപ്പോൾ ഇതിലൂടെ ആയിരിക്കും അള്ളാഹു ഹിദായത്ത് കൊടുക്കണം. അൽഹംദുലില്ലാഹ്. എന്റെ പൊന്നു മോനെ, നീ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. അള്ളാഹു കൊടുത്ത ഇരുന്നോ നീ? അൽഹംദുലില്ലാഹ്. ചങ്ങായി ഒന്ന് നിർത്തിയതൊക്കെ കൊണ്ടുപോകും. അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കുന്ന സമയത്തു മാത്രമല്ല, ഖുർആൻ ഓതുമ്പോൾ കിബിലയുടെ നേരെ നിന്ന് വേണം ഖുർആൻ ഓതാൻ. കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. ഒളുവെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോൾ കിബിലയുടെ നേരെ നിന്നിട്ട് വേണം ദുആ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവർ, ബാങ്കിന്റെ ദുആയാണെങ്കിലും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും കിടന്നുറങ്ങുന്ന സമയത്ത് പോലും ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും കിബിലയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാക്കിയാൽ അള്ളാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. എന്റെ ചെറുപ്പക്കാര് പഠിക്കണം. അങ്ങനെ സിദ്ദീഖ് ഉസ്താദ് നിസ്കരിക്കാനൊക്കെ എല്ലാവരും പള്ളി വരുമോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന മരക്കാരൊന്നും അല്ല കേട്ടോ. ഇപ്പൊ എല്ലാം ഓന്റെ പറയുന്നത് കുറുപ്പ് കണ്ടവരൊക്കെ ഒന്ന് അവന്റെ കൈ പൊക്കണ്ടപ്പ. എന്തിനാ ഞാൻ വെറുതെ ശശിയാവണത്? അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് നോക്കിക്കേ, ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്.
ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരനെ പെണ്ണ് പോലും കിട്ടിയിട്ടില്ല, കല്യാണം പോലും കഴിക്കാത്ത സഹാബിയ. ഈ സഹാബിയെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു, തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നീ മതം മാറി ഞങ്ങളുടെ കൂടെ തന്നെ പഴയതുപോലെ വരുമോ? നീ ഞങ്ങളുടെ കൂടെ നടന്നവനല്ലേ, നീ മുഹമ്മദിന്റെ കൂടെ കൂടിയതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നീ മതം മാറിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന നീ പെണ്ണ് പോലും കെട്ടിയിട്ടില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കാം, നിന്നെ ഞങ്ങൾ ജീവനോടെ വിട്ടേക്കാം, പാടാ ഹുബൈബേ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ വരൂല. ശത്രുക്കൾ ചോദിച്ചു, കൂട്ടുകാരനായതുകൊണ്ട് ചോദിച്ചു, നീ മതം ഒന്നും മാറണ്ട, ആ മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ വെറുതെ വിട്ടേക്കാം, ആ മുഹമ്മദിനെ എന്തെങ്കിലും മോശമായിട്ടൊരു വാക്കു പറഞ്ഞ നിന്നെ ഞങ്ങൾ കൊല്ലത്തില്ല, വിട്ടേക്കാം. ഞാൻ പറയൂലടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കൂട്ടുകാർ വന്നിട്ട് ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താടാ ഹുബൈബേ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എനിക്ക് സാധിപ്പിച്ചു തരുമോ? സാധിപ്പിച്ചു തരും, നീ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരും, നീ ഞങ്ങളുടെ ചങ്ങാതിയല്ലേ, സാധിപ്പിച്ചു തരും. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, എനിക്ക് അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുമോ? എന്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് നിസ്കരിക്കണം, 2 റക്അത്ത് സമ്മതിക്കുമോ? ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തുള്ളി പോയി ഉദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. പെട്ടെന്ന് നിസ്കാരം തീർത്തു, സലാം വീട്ടി പെട്ടെന്ന്. ചെറിയ സൂറത്ത് ഓതിയെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയാ, റബ്ബേ, എന്നും വലിയ സൂറത്ത് ഓതിയിട്ടാ നിസ്കരിക്കാറ്, ഇന്ന് ചെറുതായി പോയി റബ്ബേ, ഇന്ന് ചെറുതായി പോയി റബ്ബേ. ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല അല്ലാഹ്, എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവര് പറയും എനിക്ക് മരിക്കാൻ പേടിയായിട്ട് കടന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതാന്ന് പറയും. അതുകൊണ്ടാണ് അള്ളാഹിനോട് സംസാരിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴാ സംസാരിക്കുന്ന? അള്ളാഹിനോട് നിസ്കരിക്കുമ്പോൾ. അതുകൊണ്ടാ പണ്ടത്തെ ഉപ്പാമാര് എന്തെങ്കിലും പ്രയാസം വന്ന, ദുഃഖം വന്ന പള്ളി വരും. പണ്ടത്തെ വാപ്പാമാര്, നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ കടം വരുമ്പോ, നഷ്ടം വരുമ്പോ, ദുഃഖം വരുമ്പോ, രോഗം വരുമ്പോ പള്ളി വന്ന് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറയും. നമ്മളോ വലിച്ചുകൊണ്ടിരിക്കും, കഞ്ചാവടിക്കും പോയിരുന്നു, അല്ലെങ്കിൽ കള്ളു കുടിക്കും, ടെൻഷനായ. ഹുബൈബ് തങ്ങളെ സുജൂദി കിടന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെ പഠിക്കണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ ചിന്തിക്ക്, നിസ്കരിക്കാൻ മടിയ നമുക്ക് പലർക്കും. നമ്മളിൽ പലർക്കും നിസ്കരിക്കാൻ ഈ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാലും കേറൂല പള്ളിക്കകത്ത്. എന്തോ വൈരാഗ്യം അള്ളാഹയോട്. ഇതേതോ പ്രായമുള്ള ഉപ്പാമാർക്കും ഉസ്താദന്മാർക്കും പറഞ്ഞിട്ടുള്ളതാ, നമുക്കിതൊന്നും ഇല്ലല്ലോ. സഹോദരിമാരെ നിസ്കരിക്കുന്ന, നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയണില്ല, നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണ്, പക്ഷെ കൃത്യനിഷ്ഠതയില്ല. ഞാൻ ഒരു സഹോദരിമാർ സംശയം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ളുഹർ നിസ്കരിക്കുമല്ലോ? 12:30 മുമ്പ്, 12:15 കണ്ടല്ലേ സ്ഥലം ബാങ്ക് അല്ലേ? 12:20 പള്ളിയിൽ നിന്ന് ളുഹർ ബാങ്ക് വിളിക്കും. നീ എപ്പോഴാ ആമിന നിസ്കരിക്കണം? എന്റെ സഹോദരിമാര് നിസ്കരിക്കണം. അപ്പൊ 12:20 ബാങ്ക് വിളിക്കും. നീ മീനും വെട്ടി, ചോറും വെച്ച്, പച്ചക്കറി സാമ്പാറും ഉണ്ടാക്കി, അവസാനം എല്ലാം വെട്ടി തിന്ന് കുളിച്ചു ഒരുങ്ങിയിട്ട് ഒരു 3 മണി, 2:30-3 മണിയാകുമ്പോ നീ നിസ്കരിക്കും. ഇതേത് മദ്ഹബാ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെ എന്തിനാ ആമിന അല്ലാഹ് സമയം നിശ്ചയിച്ചേ? 3 മണിക്ക് വിളിച്ചാ പോരെ? ഇതാ നമ്മുടെ അവസ്ഥ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിസ്കരിച്ചു, അല്ലാഹുവിനോട് പറഞ്ഞു. എന്നിട്ട് നേരെ പോയിട്ട് ഊട്ടി പോയതല്ല, കഴുകുമരത്തിന്റെ മുകളിൽ കയറി കഴുത്തിലേക്ക് കയറിട്ടു, കൈ രണ്ടും കെട്ടിവെച്ചു. എന്നിട്ട് കഴുത്തിൽ ഇങ്ങനെ കയറ് ചെറുതായിട്ട് മുറുക്കിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, ഇനിയെങ്കിലും പറ, വല്ല മാറ്റമുണ്ടോ? ഇനിയെങ്കിലും നീ പറ, നിന്നെ കൊല്ലാൻ പോകുവാടാ, കഴുത്ത് മുറുക്കുന്നതാ, വല്ലതും പറ, നീ പിരിഞ്ഞു വരുവോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരത്തില്ല. അതാ ഈമാൻ. ശത്രുക്കൾക്ക് ദേഷ്യമായി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ കുന്തം കൊണ്ടുവന്ന് കുത്തി ഇറക്കിയിട്ട് ഇറച്ചി ഇങ്ങനെ ഊരിയെടുത്തു.
ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്ത് കുന്തം കുത്തിക്കേറ്റിയിട്ട് അവിടെ നിന്ന് ഇറച്ചി ഇങ്ങനെ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ കുത്തിയെടുക്കുക. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് വേദന സഹിക്കാൻ കഴിയാതെ കണ്ണൊന്ന് നിറഞ്ഞു. ശത്രുക്കൾ താഴെ നിന്നിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുക. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കളിയാക്കിയിട്ട് ചിരിക്കുകയാ. അവര് കളിയാക്കാൻ തുടങ്ങി. അതാ ഇന്നും അങ്ങനെ ഉണ്ടല്ലോ, പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമ്പോഴും വീഡിയോ പിടിക്കുന്ന മഹാന്മാരുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കരയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ പ്രതിഫലം പറയണോ? നിസ്കരിച്ചതിന്റെ പ്രതിഫലം പറയണോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, ഹുബൈബേ, നീ എന്തിനാ കരയണേ? നീ എന്തിനാ ഹുബൈബ കരയണേ? നിന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ നിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ശത്രുക്കൾ മുഴുവനും? അതുകൊണ്ട് നീ വിളിച്ചു പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു കൊടുത്തു. ഏത് മലക്ക്? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് തന്നെ പറഞ്ഞു കൊടുത്തു, വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഉറക്കെ പറ, കേൾക്കട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു. ശത്രുക്കളുടെ ഹൃദയം പിടച്ചു. അവർ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവന്മാരുടെ കണ്ണ് തെള്ളിപ്പോയി ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ ആ മലക്കു പറഞ്ഞു, ചിരിക്കടാ ഹുബൈബേ, നിന്നെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നീ ചിരിക്കണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചിരിച്ചു കാണിച്ചു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഹുബൈബ് തങ്ങളുടെ തല ഖിബിലയുടെ ഭാഗത്തേക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവര് തല പിടിച്ച് തിരിക്കാൻ നോക്കി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല പിടിച്ചിട്ട് തിരിക്കാൻ നോക്കി. നീ ഖിബിലയുടെ നേരെ നിന്ന് ചാകണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹുബൈബ് തങ്ങളുടെ തല തിരിഞ്ഞില്ല, ഖിബിലയുടെ നേരെയാ തൂങ്ങിക്കിടന്നത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തൂങ്ങിക്കിടക്കുമ്പോഴും തല അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ തല പോലും അവിടെ നിന്ന് തിരിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നറിയുമോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ എന്നെ ജീവനോടെ വിടണമെന്നല്ല പറഞ്ഞത്. എന്നെ പിന്നെ പറഞ്ഞതെന്നറിയുമോ? എനിക്ക് അല്ലാഹുവിന്റെ കഅബയുടെ നേരെ നിന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കണമെന്നാ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിസ്കരിക്കുന്നത് വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ചരിത്രം പറയാനുള്ള കാരണം 2 എണ്ണമാണ്. ആരെങ്കിലും 5 വഖത്ത് നമസ്കരിച്ചാൽ വൽആഖിബത്തു ലിത്തഖ്വാ, നല്ല മരണം തരുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. ആരാ സകാദത്ത് കലിമ പറഞ്ഞു കൊടുത്തത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുമ്പോ വാപ്പാ രോഗം പിടിച്ചിട്ട് പോലും നീ പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. നിങ്ങളൊക്കെ സുഖമില്ലാഞ്ഞിട്ട് പോലും, ആരോഗ്യമുള്ളവർ അവിടെ ഇവിടെയും നിൽക്കുമ്പോ സുഖമില്ലാഞ്ഞിട്ട് പോലും ഈ പള്ളി വന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും വീടിനകത്ത് മഗ്രിബും ഇശായും കളഞ്ഞിട്ട് സീരിയൽ കണ്ട് സുഖിച്ചപ്പോ അതേ വീടിനകത്ത് നിസ്കാര റൂമിനകത്തിരുന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം, നീ മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട. നിന്റെ മക്കളോ ഈ സീരിയൽ കണ്ടവളാ നിനക്ക് പറഞ്ഞു തരണ്ടേ? ഈ നിസ്കരിക്കാതെ കിടക്കുന്ന മോനാണോ നിന്റെ അടുത്ത് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണ്ടേ? അല്ലടാ. കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്നവനല്ല. നിനക്ക് ആരും വേണ്ട. നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന്റെ കുടുംബക്കാരോ നിന്റെ കൂട്ടുകാരോ ആരും വേണ്ട. നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക്, അല്ലാഹുവേ അസ്റായിലിനെ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. നിങ്ങൾക്ക് പേടിയുണ്ടോ ആ മലക്കിനെ? ആ മലക്കിനെ നിങ്ങൾക്ക് കാണാൻ പേടിയുണ്ടോ? അസ്റായിലിനെ കാണാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണോ മനുഷ്യ? നാളെ രാവിലെ കാണാം.
നിങ്ങൾ മരിക്കാം, നിങ്ങൾ ചിന്തയുണ്ട് ഈ മലക്ക് റൂഹ് പിടിക്കാൻ മാത്രമേ വരൂ. അല്ല, കാണണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അസ്റായിലിനെ കാണണമെങ്കിൽ നാളെ രാവിലെ ഈ പള്ളിയിൽ വരണം. നാളെ രാവിലെ സുബഹി നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളി വരണം. വെളിയിൽ നിന്ന് ഉളുവെടുത്ത് കാല് കഴുകിയിട്ട് ആ പള്ളിക്കകത്ത് കയറുന്ന വാതിലുണ്ടല്ലോ, ആ പള്ളിക്കകത്തേക്ക് നീ വലത് കാല് വെച്ച് കയറുമ്പോ ആ പള്ളിയുടെ വാതിലിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നുണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. എന്തിനെന്നറിയോ? റൂഹ് പിടിക്കാനല്ല, ഈ പള്ളി വരുന്നവനെ മുസാഫഹത്ത് ചെയ്യാൻ. നല്ല വസ്ത്രം ധരിച്ച് ചിരിക്കുന്ന മുഖത്തോടെ പള്ളിയുടെ കവാടത്തിൽ നിൽക്കും നിസ്കരിക്കാൻ വരുന്നവനെ മുസാഫഹത്ത് ചെയ്യാൻ. എന്നിട്ട് പറയും, ഇത് നിലനിർത്തിയ എന്നെ ഇതുപോലെ തന്നെ കാണാം. ഈ നിസ്കാരം നീ നിലനിർത്തുകയാണെങ്കിൽ എന്നെ ഇതുപോലെ തന്നെ കാണാം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ മലക്കാണ് റൂഹ് പിടിക്കുന്ന സമയം ഇടതുഭാഗത്ത് ഇബ്ലീസ് വന്നിരിക്കും. വാപ്പാടെ രൂപത്തിൽ മരിച്ചുപോയ വാപ്പ, മരിച്ചുപോയ ഉമ്മ, ഇവരുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ചിട്ട് ഇടതുഭാഗത്ത് വന്നിരിക്കും. അപ്പോഴാണ് പടച്ചവനെ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു തരും, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പുറത്ത് വാപ്പ, ഇപ്പുറത്ത് അസ്റായീൽ. അപ്പൊ മലക്ക് പറയും, ഞാൻ ആരെന്നറിയോ? 5 നേരം പള്ളിയിൽ വെച്ച് നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത നിന്റെ കൂട്ടുകാരനല്ല, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരൻ ഞാനാ. ഒന്ന് പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞ സ്വർഗം കിട്ടും. അസ്റായീൽ തന്നെ നിനക്ക് പറഞ്ഞു തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഖിബലയുടെ നേരെ കിടന്നിട്ട് മരിച്ച, തൂക്കി കൊന്നപ്പോ പോലും അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി പറയുകയാ, ഞാൻ മുസ്ലിം ആകാനുള്ള കാരണം ആ ഹുബൈബിന്റെ ചിരിയായിരുന്നു എന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല, നിങ്ങൾ ചിന്തിക്ക്, ഇവിടത്തെ പള്ളിയിൽ ചിലരെയൊക്കെ വെള്ളിയാഴ്ച മയ്യത്തുകൊണ്ട് വരും കബറടക്കാൻ. പടച്ചോനെ, നിങ്ങൾക്ക് തന്നെ തോന്നി ഇവ എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനൊരു മരണം കിട്ടിയത്. പള്ളി കെട്ടിക്കൊടുത്തിട്ടില്ല, പണക്കാരനല്ല, ഒന്നുമില്ല, പാവപ്പെട്ടവൻ, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവൻ. പക്ഷെ അവന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുവന്നപ്പോ പടച്ചവനെ എന്ത് ജനമാണെന്നറിയോ സംസ്കരിക്കാൻ. രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല. എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം കിട്ടിയത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ ഉസ്താദ്, എന്റെ ബാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്. നീ കേട്ടെങ്കിൽ നിനക്ക് എന്നാ കിട്ടും? ആമീന. എടി, നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്തെങ്കിലും കിട്ടുമോ? നിനക്കൊന്നും കിട്ടൂല. നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച, ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിച്ച, അങ്ങാരി രക്ഷപ്പെട്ടു. നിനക്കെന്ത് കിട്ടും? നിനക്കൊന്നും കിട്ടൂല. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ നീ അങ്ങനെ മരിച്ചു കാണിക്കുക. അതാ വേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവർക്കൊക്കെ അല്ലാഹു ഈ പ്രതിഫലം കൊടുത്തതിന്റെ കാരണം അറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ നോക്ക്. ശത്രുക്കൾ പറഞ്ഞു, ഇവന്റെ മയ്യത്തടിക്കാൻ പോലും അനുവദിക്കരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. തൂക്കിക്കൊന്ന ഹുബൈബിനെ ഇവിടെ തന്നെ കടത്തിട്ട് ഇവിടെ കടന്ന് അഴുകണം. എല്ലാവർക്കും മാതൃകയാ. ഇസ്ലാമിലേക്ക് പോകുന്ന ഓരോ മുസ്ലിമിനും മാതൃകയാ. ഇവിടെ കടക്കട്ടെ എന്ന് പറഞ്ഞ് മയ്യത്ത് പോലും അഴിക്കാൻ പറ്റില്ല. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് അങ്ങനെ മണിക്കൂറുകൾ, ഒരുപാട് സമയം അവിടെ കടന്നു, ദിവസങ്ങളോളം. അല്ലാഹുവേ, മുത്തുനബിക്ക് വലിയ സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാ പോയിട്ടൊന്ന് കബറടക്കാം? ആരാ പോയിട്ട് കബറടക്ക? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സ്വഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയെ. ആ സ്വഹാബി ഇങ്ങനെ ഈ ജനാസ അഴിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുക, കള്ളു കുടിക്കുക. എല്ലാരും കാവല് നിൽക്കുന്നവന്മാര് മുഴുവനും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പെണ്ണിങ്ങനെ ഓടി വരുന്നുണ്ട്, ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ ഓടി വരുന്നുണ്ട്. ഈ ഈ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ഭാഗത്ത് വന്നിട്ട് ഈ പെണ്ണു പറഞ്ഞു, ഹുബൈബിന്റെ തല എവിടെ? ചോദിക്കാം, ഹുബൈബിന്റെ തല എവിടെ? അപ്പൊ ഈ ശത്രുക്കൾ ചോദിച്ചു, ഈ പുഴുത്ത് ചത്തു കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാ തല തരയണേ? ആ സമയത്ത് ഈ പെണ്ണു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് ഹുബൈബിന്റെ തല വേണം. എന്തിനെന്നറിയോ? അവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ. ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയോട്ടിക്കകത്ത് ഞാൻ കള്ളൊഴിച്ചു കുടിക്കുമെന്ന് ശപഥം ചെയ്തിട്ടാ ഞാൻ വന്നേ. എനിക്ക് ആരാ വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല ആര് വെട്ടിത്തരുന്നോ അവന് ഞാൻ എന്റെ ശരീരം തരും. കാണിച്ചു കൊടുത്തവള്.
ഇവിടെ നിന്ന് തുറന്ന് കാണിച്ചു കൊടുത്ത് ആര് വെട്ടിത്തരുന്നു അവന്റെ കൂടെ ഞാൻ കിടക്കും, ഞാൻ തയ്യാറാ. കയ്യിലിരുന്ന കള്ളിന്റെ പാത്രമെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അരയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് ശത്രുക്കൾ ഓടുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടിക്കൊണ്ടുവരാൻ. ഈ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറി നടക്കുന്നത് കാണണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, ഈ സഹാബി മുകളിലെത്തിയപ്പോ കാണുന്ന രംഗം, ഇവന്മാര് ജീവനും കൊണ്ട് ഓടുക 4 ഭാഗത്തേക്ക്. എന്തേന്നൊന്നും മനസ്സിലായില്ല, എന്തേ നടന്നതെന്ന് മനസ്സിലായില്ല. എല്ലാരും ഓടുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മണിക്കൂറുകൾ ഒരുപാട് സമയം കഴിഞ്ഞു, ഒന്നും കാണുന്നില്ല. സഹാബി മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കെട്ടിത്തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെന്നപ്പോ ജനാസ പോലും കാണുന്നില്ല. സ്വഹാബിക്ക് വലിയ വിഷമമായി. ഇലാ ഹദറത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാ. നബിയേ, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് സ്വഹാബി ചെന്നിട്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഖബറടക്കി സഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ ഖബറടക്കി. ആരാ ഖബറടക്കിയതെന്നറിയുമോ? 5 നേരം നിസ്കരിക്കുന്ന ഉപ്പമാരേ, ഉമ്മമാരേ, നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളിയിൽ കാലുകുത്താൻ പോലും സ്ഥലമില്ല ഉമ്മ. നിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വല്ലാത്ത തിരക്കാണ് ഉമ്മ. അതാ പെണ്ണുങ്ങൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോ വീടിനകത്തിരുന്ന് നിസ്കരിച്ചവളാട് പാതിരാത്രി പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ 4:30 എഴുന്നേറ്റ് പൊതുപെടുത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കാമെന്നത് വെറുതെയല്ല വാപ്പാ. നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളി നിറഞ്ഞിരിക്കുകയാ. കാരണം എന്തെന്നറിയുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കാരണമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നത് കൊണ്ടല്ല, പ്രതിപക്ഷ നേതാവ് വരുന്നത് കാരണമല്ല. പിന്നെ ആരാ വരുന്നതെന്നറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ വരും വാപ്പാ നിന്റെ മയ്യത്തടക്കാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മലക്കു വരുമടാ നിന്റെ മയ്യത്ത് ഖബറടക്കാൻ. എന്റെ ഉമ്മമാരേ, നിന്റെ മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ചരിത്രമാ പറയുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സ്വഹാബി ചോദിക്കുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹുബൈബിനെ ആരാ ഖബറടക്കിയത്? ഹുബൈബിനെ ആരാണ് ഖബറടക്കിയത്? മലക്കുകൾ ഖബറടക്കി സ്വഹാബ. മലക്കുകളാണ് ഖബറടക്കിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖിബിലയെ നിങ്ങൾ മറന്നു പോകരുത്, ഖിബിലയെ നിങ്ങൾ ആദരിക്കട്, ഖിബിലയെ നിങ്ങൾ ബഹുമാനിക്കട്. ഖിബിലയുടെ നേരെ നിങ്ങൾ തുപ്പല്ല്, ഖിബിലയുടെ നേരെ നിങ്ങൾ തുപ്പിയാ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമാ തുപ്പല് അല്ലാഹു നിന്റെ നെറ്റിത്തടത്തിൽ കൊണ്ടുവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചിട്ട് ദുആ ചെയ്തുകൊണ്ട് പിരിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, 4 നന്മകളാണ് പഠിച്ചത്. അഹങ്കാരം വേണ്ട, ഒരു കടുകുമണിയുടെ അളവ് പോലും നിനക്ക് അഹങ്കാരം വേണ്ട. നീ അല്ലാഹുവിന്റെ അടിമയാ, നീ അല്ലാഹുവിന്റെ അടിമയാ, അല്ലാഹു നിന്റെ യജമാനനാ. അഹങ്കരിക്കാനുള്ള അവകാശം
അവകാശം അല്ലാഹുവിനേ ഉള്ളൂ. ഈ ലോകത്ത് ഒരുത്തനും അഹങ്കരിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ പലരും അഹങ്കരിച്ചതിന്റെ ഭവിഷ്യത്താ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സർവ്വതം ഞങ്ങളുടെ കൈകീഴിലാണ്, ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചോ, ഞങ്ങളാണ് വലിയവരെന്ന് പറഞ്ഞ പലരും ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നു. പടച്ചവനെ, കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നപ്പോ എല്ലാവരും വിറച്ചില്ലേ? ഇന്നും സമാധാനമില്ലല്ലോ, ഇന്നും സമാധാനമില്ലല്ലോ. മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അല്ലാഹു ഒരു ചെറിയ വൈറസിനെ കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മനുഷ്യന്മാരെയും അല്ലാഹു പീഡിപ്പിച്ചില്ലേ? എന്റെ മുന്നിലൊന്നും നീയൊന്നും ആരുമല്ലടാ എന്ന് റബ്ബ് കാണിച്ചു തന്നില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അഹങ്കരിക്കല്ലേ, നിങ്ങൾ അഹങ്കാരം കാണിക്കല്ലേ. അല്ലാഹുവിന്റെ അടിമകളെ പോലെ ഈ ഭൂമിയുടെ മുകളിലൂടെ നിങ്ങൾ നടക്കണേ, അഹങ്കാരിയെ പോലെ നടക്കരുത്. നടന്നാ റബ്ബ് നിന്നെ വെറുതെ വിടില്ല. രണ്ട്, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നീ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നീ ഒരിക്കലും പിഴവ് വരുത്തരുത്. നീ അറിഞ്ഞുകൊണ്ട് പടച്ചവനെ നീ അതിൽ വീഴ്ച വരുത്തരുത്. വരുത്തിക്കഴിഞ്ഞാ നീ വലിയ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ കാര്യം, രണ്ട് മുഖം വേണ്ട. മറ്റുള്ളവന്റെ രഹസ്യവുമായി നിന്റെ അടുത്ത് വരുന്നവരെ നീ സൂക്ഷിച്ചോ. ഇതുപോലെ നിന്റെ രഹസ്യവുമായി മറ്റുള്ളവന്റെ അടുത്ത് പോകാൻ ഇവന് കഴിയുന്നവനാ. അവിടുള്ളത് ഇവിടെ പറയും, ഇവിടുള്ളത് അവിടെ പറയും. ഇവൻ തമ്മിലടിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ നീ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പറഞ്ഞിട്ട് രക്ഷപ്പെട്ടോ. ഇല്ലെങ്കിൽ നീ അവന്റെ കൂടെ കൂടിയവനാണ്. രണ്ട് മുഖം വേണ്ട. മൂന്ന്, നാലാമതായിട്ട് മുത്തുനബി പറയുകയാ, കിബിലയുടെ നേരെ തുപ്പല്ലേ, കിബിലയുടെ നേരെ തുപ്പല്ലേ, അതു നിനക്ക് നാശമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വഅദ് തീരൂ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, ഒരുപാട് വയസ്സുള്ളവരുണ്ടല്ലോ, ഒരുപാട് രോഗമുള്ളവരുണ്ടല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കൊരു ധാരണയുണ്ട്, ക്യാൻസർ ഉള്ളവര് മാത്രമേ മരിക്കൂ, മാരക രോഗം വന്നവര് മാത്രമേ മരിക്കൂ. എനിക്കൊരു രോഗവുമില്ലല്ലോ. എടാ തു അമ്മീലു ഫിദ്ദുനിയാ ത്വബീലം വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹ്റൻ അലാ ദഹ്രി. നമുക്കൊരു തോന്നലുണ്ട്, എനിക്ക് രോഗമല്ല ഒന്നുമില്ലല്ലോ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂലെന്ന്. എടാ, ഒരു രോഗവുമില്ലാത്തവന്റെ മയ്യത്ത് നീ തന്നെ കൊണ്ട് കബറടക്കിയിട്ടില്ലേ? ഒരു രോഗവുമില്ലായിരുന്ന എത്രയോ പേരുടെ മയ്യത്ത് നീ കബറടക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ ഉമ്മ മയ്യത്ത്? എന്തേ നീ മനസ്സിലാക്കാത്ത? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.